Hi friends, welcome to Spice and Chills. ഞാൻ അനിൽ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കല്ലുമ്മക്കായ അല്ലെങ്കിൽ മസിൽസിൻ്റെ രണ്ട് രുചിഭേദങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ റെസിപ്പി ഫ്രഞ്ച് വെസ്റ്റേൺ ക്ലാസിക്കലാണ്. ഇതിനെ ഫ്രാൻസിലൊക്കെ ഇതിനൊരു ഫാഷൻ ഡിഷ് എന്ന് വിളിച്ചതെന്ന് വെച്ചാൽ ഫാഷൻ എന്ന് പറഞ്ഞാൽ ദരിദ്രരുടെ ഭക്ഷണം. കാരണം ഇതിനകത്ത് വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കല്ലുമ്മക്കായ എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ പണ്ടത്തെ കാലത്ത് ഭയങ്കര ഒട്ടും വിലയില്ലാത്ത സാധനമായിരുന്നു. രണ്ടാമത്തെ റെസിപ്പി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഒരു ഫ്യൂഷൻ, അതായത് നമ്മുടെ മലേഷ്യ, തായ്ലൻഡ്, ബാലി ആ സ്ഥലത്തൊക്കെ ഉള്ളൊരു സ്റ്റൈലിനെ ഫ്യൂഷൻ ചെയ്യുന്നതാണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ രുചിയുമായിട്ട് കുറച്ച് ചേർന്ന രുചിയാണ്. കാരണം അവർ തേങ്ങാപ്പാൽ പിന്നെ മുളക് ഇതൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഈ രണ്ട് രുചികളുമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫ്രഞ്ച് റെസിപ്പിയുടെ വെസ്റ്റേൺ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. രണ്ട് റെസിപ്പിയിലും കല്ലുമ്മക്കായ നമ്മൾ ഷെല്ലോട് കൂടിയാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം മസിൽസ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ആവുന്നത്രയും ഷെല്ല് ക്ലോസ് ആയിട്ടുള്ള മസിൽസ് എടുക്കുക. ഇതൊരു 750 ഗ്രാമോളം ഉണ്ട്. പിന്നെ നോക്കേണ്ട വേറൊരു കാര്യം, ഇത് എടുത്തു കഴിയുമ്പോൾ ആവുന്നത്ര എനിക്ക് ലക്കിന് ഇതെല്ലാം ക്ലീൻ ആയിട്ടാണ് കിട്ടിയത്. സാധാരണ ഇത് വരുമ്പോഴത്തേക്കും ഒത്തിരി ഡേർട്ട് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അതെല്ലാം നല്ല രീതിയിൽ സ്റ്റീൽ വൂളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ വേണ്ടത് ഒരു ഉള്ളി, 2-3 ഗാർലിക്, കുറച്ച് പാർസ്ലി, ലെമൺ, പെപ്പർ ഫോർ സീസണിങ്, സോൾട്ട്, ഒലിവ് ഓയിൽ, വൈറ്റ് വൈൻ. അപ്പോൾ കുറച്ച് പ്രിപ്പറേഷനേ ഉള്ളൂ. നമ്മളതിലേക്ക് വേഗം കിടക്കുക. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളൊരു നല്ല പാത്രം സെലക്ട് ചെയ്യണം. ആ പാത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ള പരന്ന പാത്രമാണ് നല്ലത്. എന്നാൽ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു മൂടി. അതിന് മൂടി എന്ന് പറഞ്ഞാൽ അതിനെ കറക്റ്റ് കവർ ചെയ്ത് അതിൻ്റെ സ്റ്റീം പുറത്തു പോകാത്ത രീതിയിലുള്ള ഒരു ലിഡ് വേണം. കാരണം ഈ കല്ലുമ്മക്കായ നമ്മൾ ചെയ്യുന്ന റെസിപ്പി സ്റ്റീമാണ് ചെയ്യുന്നത്. അതിൻ്റെ നാച്ചുറൽ ജ്യൂസിൽ ആ സ്റ്റീം ചെയ്താണ് വരുന്നത്. അപ്പോൾ ആ സ്റ്റീം ഒന്ന് പുറത്തു പോകാത്ത രീതിയിലുള്ള ഒരു നല്ല ലിഡ് അത്യാവശ്യമാണ്. ലൈറ്റ് ചെയ്തു അതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കണം. ഗാർലിക് ഇടുന്നു. അപ്പോൾ ഗാർലിക് കളറ് മാറാൻ തുടങ്ങി. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ചോപ്പ് ചെയ്ത ഓണിയൻ, അതിപ്പോൾ റെഡോ വൈറ്റോ ഏത് ഓണിയനായാലും കുഴപ്പമില്ല. ഒത്തിരി സോൾട്ട് നേരത്തെ തന്നെ ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായ ആഡ് ചെയ്യണം. കല്ലുമ്മക്കായ ആഡ് ചെയ്ത ശേഷം അതിനൊന്ന് മിക്സ് ചെയ്യണം. ഇനി കല്ലുമ്മക്കായ നമ്മൾ കവർ ചെയ്യണം. 5 മിനിറ്റ്സായി ചെറുതായിട്ടത് തുറന്നു വരുന്നുണ്ട്. നമുക്ക് ആ ഫ്രഷ് മസിൽസിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഒരു 1 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വൈറ്റ് വൈൻ ആഡ് ചെയ്യാം. വൈറ്റ് വൈൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇതില്ലെങ്കിലും നമുക്ക് കഴിക്കാം. വൈറ്റ് വൈൻ എന്താ പറയുക, ഏറ്റവും ചീപ്പായിട്ടുള്ള വൈറ്റ് വൈൻ ഉപയോഗിച്ചാൽ മതി. അതെന്തോരം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചേ ഒഴിക്കുള്ളൂ, ഒരു 200 ml. അപ്പോൾ നമ്മൾ വൈൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. ശരിക്കും നമ്മൾ ഇതിനെ കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ മൂടി അത്ര കറക്റ്റ് ആകത്തോണ്ടാണ് ഞാൻ ഈ തുണി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചേക്കണേ. നല്ല ലിഡാണ്, കറക്റ്റ് കവറാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ
ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ക്ലോത്ത് ആയിക്കാൻ നോക്കുക. നനഞ്ഞ തുണിയാണെങ്കിൽ ചിലപ്പോൾ കൈ പൊള്ളും. ഇപ്പോൾ മസിൽ കാണാം എല്ലാത്തിൻ്റെ ഷെല്ല് തുറന്ന് വന്നു. ഷെല്ല് തുറന്ന് നല്ല വിടർന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കല്ലുമ്മക്കായ വെന്തു എന്നുള്ളതാണ്. കൂടുതൽ നേരം അതിനെ ബോയിൽ ചെയ്തെടുത്ത് കൂടുതൽ നേരം ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ നഷ്ടമാവും. ഈ സമയത്താണ് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ പാഴ്സലി ഇതിലേക്ക് ആഡ് ചെയ്യണം. നേരത്തെ പാഴ്സലി ഇടരുത്, പാഴ്സലി ഏറ്റവും ലാസ്റ്റ് ഇടാവും. കാരണം അതിൻ്റെ ഫ്ലേവർ റിട്ടേൺ ചെയ്യാൻ ഏറ്റവും ലാസ്റ്റ് ഇടുന്നതാണ് നല്ലത്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ലെമൺ അല്ലെങ്കിൽ ലൈം, നമുക്ക് ഏതാണ് അവൈലബിൾ, ലൈം ആണെങ്കിൽ ലൈം ഒഴിക്കുക, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് വയ്ക്കുക. കവർ ആൻഡ് ടേൺ ഓഫ്. ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രഞ്ച് സ്റ്റൈൽ ഫിനിഷ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ, അതായത് നമ്മുടെ സ്പൈസി സ്റ്റൈൽ കല്ലുമ്മക്കായ എങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പോൾ അതിന് വീണ്ടും 750 ഗ്രാം വിത്ത് ഷെൽ, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, കോക്കനട്ട് മിൽക്ക്, ലൈം, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഷാലറ്റ്സ് അല്ലെങ്കിൽ ചെറിയുള്ളി, കറി ലീവ്സ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ. പിന്നെ ഈ ഒരു സാധനം ചിലപ്പോൾ ചിലർക്കൊക്കെ അത് പുതിയതായിട്ട് വന്നാം, ലെമൺ ഗ്രാസ് എന്ന് പറയും. ഇത് എന്താ പറയുക, ഒട്ടുമിക്ക ഏഷ്യൻ സ്റ്റോറുകളിലൊക്കെ കിട്ടുന്നതാണ്, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്നതാണ്. ഇത് വളരെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ഒരു ഫ്ലേവറാണ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാവും. പിന്നെ ഉള്ളതൊരു ഓപ്ഷണലാണ്, ഒരല്പം ബ്രാൻഡി. അത് അധികം വേണ്ട, ഒരു 30 to 40 ml 60 ml ഒക്കെ മതിയാവും. എന്താ പറയുക, കുപ്പി ചില സാങ്കേതിക കാരണങ്ങളാൽ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കൊണ്ട് കഴിയുകയും പോയി, അതുകൊണ്ട് ഫുള്ളായിട്ടുള്ള കുപ്പി കാണിക്കാൻ പറ്റിയില്ല. ഏതായാലും ഇതിനാവശ്യത്തിലുള്ളതിലും കൂടുതലുണ്ട്. നേരത്തെ റെസിപ്പി പറഞ്ഞ രണ്ട് സാധനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കീയായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ എന്താ പറയുക, ഒലിവ് ഓയിൽ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, സാൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഏഷ്യൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ ഞാൻ വെച്ചില്ല, കാരണം അത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാനില്ല. അപ്പോൾ നമ്മൾ പാൻ ഇതായിട്ടുണ്ട്, സെയിം ടൈപ്പ് പാൻ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. ഏറ്റവും ആദ്യം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഇടാം. ചെറുതായിട്ട് കുറച്ചേക്ക് ഒത്തിരി അങ്ങോട്ട് ക്രേസി ആയിട്ട് കളറാവണ്ട. അതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് അരിഞ്ഞ ചുവന്നുള്ളി ഇടും. ഫോളോ ബൈ ലെമൺ ഗ്രാസ് ഞാൻ ഫുള്ള് എടുത്തില്ല കേട്ടോ, കാരണം ചിലപ്പോൾ ചിലർക്കത് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നാം, അതുകൊണ്ട് ഞാനൊരു പകുതിയായിട്ട് ഇടുന്നു. നേരത്തെ എടുത്തതിൻ്റെ അരിഞ്ഞതിൻ്റെ പകുതി ഗ്രീൻ ചില്ലി ഇട്ടത്. ഇത് സ്പൈസസ് നമ്മൾ ഒത്തിരി അധികം ഇടുന്നില്ല, ഒരു ജസ്റ്റ് ഒരു ടച്ചിന് ഫ്ലേവർ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ.
ഏകദേശം ഒന്ന് സോട്ടായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായ ഇടുക. ഈ കല്ലുമ്മക്കായ ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്രാൻഡി നമുക്ക് ഒഴിക്കാം. ബ്രാൻഡിൻ്റെ എസൻസ് ഒന്ന് കിട്ടാനായിട്ടൊന്ന് അത് കിടത്തണ്ട, അത് കംപ്ലീറ്റ് ആയിട്ട് കത്തി വരുന്നവർ അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ അതാ മസാലയൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ചിലർക്ക് ഒന്നുകൂടി ആവുന്നുണ്ട്. നമ്മൾ 1 മിനിറ്റ് കൂടി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കറി ലീവ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള പച്ചമുളക് അത് നമ്മുടെ എരിവിൻ്റെ ടേസ്റ്റ് പാകം നോക്കിയിട്ട് നമുക്ക് എരിവ് കൂടുതലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇടുക. കവർ ചെയ്ത് 1 മിനിറ്റ് കൂടി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യും. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതൊരു 400 ml ഞാനൊരു 100 ml കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഈ ക്യാനിൻ്റെ 4/1 കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിലെത്തി ഞാൻ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സ്പ്രിംഗ് ഒണിയൻ ഇടുന്നു. ലൈം ജ്യൂസ്, കവർ, ഒരു പൊടിക്ക് സീസണി തട്ടിയേക്കാം. ട്രൈ ഇറ്റ് വിത്ത് സം ബ്രെഡ് റോൾസ് ഓർ ഫ്രഞ്ച് ബാഗറ്റ്. അതായത് ഏതെങ്കിലും ടൈപ്പ് ബ്രെഡ്. ചോറിൻ്റെ കൂടെ അത് അത്ര ചേരില്ല. പിന്നെ എന്താ പറയുക, ഞാനിത് എങ്ങനെയാണ് കൈ കൊണ്ട് കഴിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. വിത്തൗട്ട്, അതായത് നമ്മുടെ വിരൽ അഴുക്കാണ്ട് എങ്ങനെ കഴിക്കാമെന്ന് കാണിച്ചു തരാം. എന്തായാലും ഒരു ഷെല്ല് നിങ്ങൾക്ക് കിട്ടും വിത്തൗട്ട് കല്ലുമ്മക്കായ. അതിൻ്റെ അകത്ത് കൊഴിഞ്ഞു കൊണ്ടുണ്ടാവും. അതെടുക്കുക, അടുത്ത കല്ലുമ്മക്കായ എടുക്കുക, അതിനെങ്ങനെ പിടിക്കുക, വലിച്ചെടുക്കുക, കഴിക്കുക, കൊണ്ടുകൊടുക്കുക. എങ്ങനെയുണ്ട് ഈ കല്ലുമ്മക്കായയുടെ റെസിപ്പി? സിമ്പിളല്ലേ ചെയ്യാൻ, പിന്നെ ഒരു വെറൈറ്റിയും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. ഇനിയും സ്പൈസ് ആൻഡ് ചിൽസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്സ്, സബ്സ്ക്രിപ്ഷൻ എനിക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും. ഉടനെ തന്നെ ഒരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്ക് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ.